ഹലോ, വെൽക്കം ടു മൈ ക്രാഫ്റ്റ് വേൾഡ് DIY ഗേൾ അനു. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ പോവുകയാണെങ്കിൽ കുറേ നല്ല ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയി കണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് FB പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സ്പ്രേ പെയിൻ്റാണ്, ഡാർക്ക് ഗ്രീൻ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് കുലുക്കണം. നല്ലവണ്ണം കുലുക്കി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സ്പ്രേ പെയിൻറ് ചെയ്യാൻ. പിന്നെ ഞാനിത് ചെയ്യുന്ന ഒരു കാർട്ടൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കും, എന്നിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്കൊക്കെ സ്പ്രേ തെറിക്കത്തില്ലല്ലോ. ബോട്ടിലിൻ്റെ അടുത്ത് കൊണ്ട് പിടിച്ചിട്ട് സ്പ്രേ ചെയ്യരുത്, ഡിസ്റ്റൻസ് ഇട്ട് വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ബോട്ടിലും സ്പ്രേയറും തമ്മിൽ 30 സെൻറ്റിമീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടാവണം. എന്നിട്ട് ഇങ്ങനെ സ്പീഡിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അടിച്ചു പോകണം കേട്ടോ. ഒരേ സ്ഥലത്ത് തന്നെ വെച്ച് അടിച്ച് നിൽക്കരുത്. ഇപ്പോൾ ഇതാ ഞാൻ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 കോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒരു സൈഡിൽ പെയിൻറ് ചെയ്തു, എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മറ്റേ സൈഡിൽ സ്പ്രേ അടിച്ചു കൊടുത്തു. അതിന് ശേഷം അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു കോട്ട് കൂടി അതേപോലെ തന്നെ അടിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ കളറും നല്ലൊരു രസമുണ്ടല്ലേ? എനിക്കിഷ്ടമായിട്ടോ ഈ കളറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മുട്ടത്തോട് തന്നെയാണ്. മുട്ടത്തോട് വെച്ചിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ചാനലിലിട്ട് പോയിട്ടൊന്ന് നോക്കാം കേട്ടോ. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മുട്ടത്തോടിൻ്റെ ഉള്ളിൽ ഒരു ലെയർ ഉണ്ടല്ലോ, ഒരു മെംബ്രെയിൻ, അതൊന്ന് വലിച്ചു പൊളിച്ച് കളയണം. അപ്പോൾ അത് ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ടങ്ങ് പൊളിച്ച് കളയണം. ഇതാ ഈ മുട്ടത്തോടിന് കളറുണ്ട്, അപ്പോൾ ഞാൻ ഇതിൽ കളറൊന്നും ചെയ്യുന്നില്ല. ഇനി വൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഗ്രീനിൽ നല്ല ഭംഗിയല്ലേ വൈറ്റ് വെച്ചിരിക്കുന്ന കാണാനും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുട്ടയുടെ തോടിൽ പെയിൻറ് അടിച്ച് കൊടുക്കുക, എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. മുട്ടത്തോട് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ഡ്രോപ്സ് ആയിട്ട് കുറച്ച് ഒരു 8-10 ഡ്രോപ്സ് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടല്ലേ മുട്ടത്തോട് ഒട്ടിക്കുന്നത്. ആ ടൈമിൽ അത് പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഞാൻ ഈ താഴ്ഭാഗത്ത് മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇനി മുട്ടത്തോട് എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പം വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പൊട്ടി വരും. പൊട്ടി വരുമ്പം മെല്ലെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് അകത്തി ചെറിയൊരു ഗ്യാപ്പിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു മൊസൈക്ക് എഫക്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഗ്ലൂ ഒട്ടിയിട്ട് പ്രശ്നമാകുന്ന ടൈമിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ ഒരു അറ്റമോ അല്ലെങ്കിൽ ഷാർപ്പെൻ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് മെല്ലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് നീക്കി വെച്ച് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഒട്ടിക്കുന്ന ടൈമിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു 2-3 പീസൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ആ ഒരു ഐഡിയ പിടികിട്ടും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് മാത്രം ചെയ്താലും മതി, ബോട്ട് നല്ല ഭംഗിയാണ്. ഇതാ കണ്ടോ, ഇതുപോലെ ഞാൻ ചുറ്റും ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത് വൈറ്റ് ആണെങ്കിലും നല്ല ഭംഗിയല്ലേ ഈ കളറിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ 2-3 ബോട്ടിലിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ബോട്ടിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാലും നല്ല ലുക്ക് കിട്ടും കേട്ടോ. ഇതാ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്ന അടുത്ത ഐറ്റം നമ്മൾ വെറുതെ വലിച്ചു കയറി വേസ്റ്റ് കളയുന്ന ഒരു സാധനമാണ്. നമ്മൾ ചായപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് നമുക്കൊരു കവർ കിട്ടാറില്ലേ? ഇതാ ഈ കളറുള്ള ഇതേപോലെയുള്ള കവറുകളാണ്. ബിസ്ക്കറ്റിൻ്റെ കവറ്, പിന്നെ ചിപ്സിൻ്റെ കവറ്, പിന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ കവറുകൾ, അങ്ങനെ ഒരുപാട് കവറുകൾ വാങ്ങുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇന്നർ പോർഷൻസ് കിട്ടും. അത് ഏതെടുത്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. കവറുകളൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ഉണങ്ങിയെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൽ നിന്ന് ഒരു ലവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് എഴുതി തരുന്നത് സച്ചിക്കോട്ടനാണ്. അവന് വലിയ ഇഷ്ടമാണ് വരയ്ക്കുന്നതൊക്കെ. അപ്പോൾ ലവ് ഇതിലൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പേന കൊണ്ട് എഴുതുന്ന ടൈമിൽ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ട അതിലും കുറച്ച് വലുതായിട്ട് എഴുതി വെക്കണം. എന്നിട്ട് അതിനുള്ളിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഈ പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പം അതിൽ ആ പേനയുടെ പാടൊക്കെ കാണുമല്ലോ. എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള വേർഡ്സ് എഴുതി വയ്ക്കാം. പിന്നെ ഞാൻ എന്താ ബോട്ടിലിൻ്റെ മുകളിലും കൂടെ മുട്ടത്തോട് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് ബോട്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് വലുതായിട്ട് വരച്ചെടുക്കുന്നത്. അതാ ഇത് കണ്ടോ, ഈ എല്ലിൽ ഉള്ളിലൂടെ വര വന്നേക്കുന്നുണ്ടോ? ഇതേപോലെ പാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലുതായിട്ട് എഴുതിയെടുക്കണം, എന്നിട്ട് അതിനുള്ളിലൂടെ കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേണിലാക്കി ഒട്ടിച്ച് വയ്ക്കാം.
ഞാൻ ദാ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത്തിരി വൈറ്റ് ഗ്ലൂ തേച്ച് കൊടുക്കാം. വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ പ്ലഗ് എത്തണില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈറ്റ് ഗ്ലൂ എടുത്തതേ ഉള്ളൂ. ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടും. ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെട്ടെന്നായി കിട്ടും. പിന്നെ ഈ വേർഡ്സ് എഴുതുന്നതിൻ്റെ ഫോണ്ട് നമുക്ക് ഗൂഗിൾ നോക്കിയാൽ പല പാറ്റേൺ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നല്ലൊരു പാറ്റേൺ എടുത്ത് ഇഷ്ടമുള്ള രീതിയിൽ എഴുതി വയ്ക്കാം. ഇനി ഒരു കുഞ്ഞു ഹാർട്ട് കൂടി ഇതിന് താഴെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ പോർഷൻസ് കട്ട് ചെയ്ത് ഇത് ഫുൾ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബോട്ടിൽ ഒരുപാട് അങ്ങോട്ട് നിറച്ചാക്കി വെക്കുന്നതൊന്നും ഇഷ്ടമില്ല, കുറച്ചാണ് ഇഷ്ടം. അപ്പോൾ അതായിരിക്കും നല്ല ഭംഗിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഷ് വേണമെങ്കിൽ എടുക്കാം, 0 പോയിൻറ്റ് ബ്രഷ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സ്കെച്ച് പെന്നില്ലേ, പഴയ സ്കെച്ച് പെന്നൊക്കെ എടുത്തിട്ട് അത് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. ഇനി ഒരുപാട് വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ ബ്രഷ് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പേനയാണെങ്കിൽ നമ്മൾ എപ്പോഴും പേന യൂസ് ചെയ്ത് നമ്മുടെ കൈ നന്നായിട്ട് വഴങ്ങുമല്ലോ. അപ്പോൾ ഇത് പേന വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ വരച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണേൽ പെർമനൻറ്റ് മാർക്കർ വെച്ച് വേണമെങ്കിൽ ഇതിൽ വരയ്ക്കാം കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ ചെറിയ സ്റ്റോൺസോ അല്ലെങ്കിൽ റെഡ് കളറുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കഴിഞ്ഞേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല ഭംഗിയാണ് കേട്ടോ, അത് നേരിട്ട് കാണാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും വെറുതെ കളയുന്ന ഈ സാധനങ്ങളൊക്കെ കളയാതെ എടുത്ത് വെച്ച് ലവൊക്കെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താഴെ ഒരു റെഡ് ബട്ടൺ കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി ചെയ്ത് നോക്കുക. അതേപോലെ എന്നും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെന്താ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു. Bye bye. Love you all.